അവിട്ടം നക്ഷത്രക്കാർ പൊതുവെ നല്ല എനർജറ്റിക് ആണ്, ആക്ഷൻ ഓറിയൻറ്റഡ് ആണ്, ചിന്തിക്കുന്നതിനേക്കാൾ ചെയ്യാൻ തയ്യാറാകും, ഫാസ്റ്റ് ഡിസിഷൻ മേക്കിംഗ് ആണ്, അംബീറ്റിയസ് നേച്ചറാണ്, വലിയ പൊസിഷനൊക്കെ ആഗ്രഹിക്കാറുണ്ട്, സൊസൈറ്റിയിൽ സ്റ്റാറ്റസ് വേണമെന്ന് ആഗ്രഹിക്കാറുണ്ട്, സോഷ്യൽ ഇൻ്റലിജൻസ് കൂടുതലാണ്, നെറ്റ്വർക്കിംഗ് സ്കില്ല് നല്ല സ്ട്രോങ് ആണ്, എല്ലാവരുമായിട്ട് നല്ല ബന്ധം പുലർത്തും, ഫ്രണ്ട് സർക്കിൾ വഴി നല്ല ബെനിഫിറ്റ് എപ്പോഴും നിങ്ങൾക്ക് ഉണ്ടാവും, കോമ്പറ്റേറ്റീവ് മൈൻഡ് സെറ്റ് ആണ്, കോമ്പറ്റീഷൻ നല്ല ഇഷ്ടമാണ്, തോൽവി സഹിക്കാൻ കഴിയില്ല, നിങ്ങൾക്ക് പൈസ ഉണ്ടാക്കണം എന്നുള്ള വിചാരം ഭയങ്കര കൂടുതലാണ്, അതുകൊണ്ട് മൾട്ടിപ്പിൾ ഇൻകം സോഴ്സ് എപ്പോഴും ആലോചിക്കും, അതിനുവേണ്ടി എപ്പോഴും ഓടിയും കൊണ്ടിരിക്കും, ഫീലിങ്സ് പുറത്ത് കാണിക്കില്ല, എല്ലാത്തിനും ഒരു പ്രാക്ടിക്കൽ അപ്രോച്ചാണ്, പെട്ടെന്ന് ദേഷ്യം വരും, അത് നിങ്ങളുടെ ഒരു വീക്ക്നെസ് ആണ്, ഇംപേഷ്യൻസ് കാരണം ലോസും വരാറുണ്ട്. ഫെബ്രുവരി മാസത്തിൽ പെട്ടെന്ന് വർക്ക് ലോഡ് കൂടിയിട്ടുണ്ടാവും, അതോറിറ്റി ആയിട്ട് ഒരു അടിപിടി വന്നിട്ടുണ്ടാവും, ജോബ് മാറിയാലോ എന്നുള്ള ചിന്ത ഉണ്ടായിട്ടുണ്ടാവും, സാമ്പത്തികം നോക്കുകയാണെങ്കിൽ പെട്ടെന്ന് എക്സ്പെൻസ് വന്നിട്ടുണ്ടാവും, ഇൻവെസ്റ്റ്മെന്റിന്റെ ടെൻഷനും നിങ്ങൾക്ക് ഉണ്ടായിട്ടുണ്ടാവും, റിലേഷൻഷിപ്പിൽ ഈഗോയും ദേഷ്യത്തിന്റെ പ്രോബ്ലവും ഉണ്ടായിട്ടുണ്ടാവും, പാർട്ട്ണർ മിസ്അണ്ടർസ്റ്റാൻഡ് ചെയ്തിട്ടുണ്ടാവും, മാനസികമായിട്ട് നോക്കുകയാണെങ്കിൽ ഒരു റെസ്റ്റ് നിങ്ങൾക്ക് കിട്ടിയിട്ടില്ല, റിസ്ക് എടുക്കണം എന്നൊരു ആർഗ്യുമെന്റ് എന്തായാലും ഉണ്ടായിട്ടുണ്ടാവും. പക്ഷെ മാർച്ച് മാസത്തിൽ അങ്ങനെയല്ല, കരിയറിൽ ആദ്യം ഏതാണ്ട് ഇങ്ങനെ തന്നെ ആയിരിക്കും, കാണിച്ച പുതിയ റെസ്പോൺസിബിലിറ്റിയും വരാറുണ്ട്, കോൺഫ്ലിക്റ്റ് എന്തെങ്കിലും വരുമ്പോൾ പതിയെ ഒഴിയുന്നതായിരിക്കും നല്ലത്. സെക്കൻഡ് ഹാഫിൽ കുറച്ച് ഗ്രോത്ത് സ്റ്റേജ് കാണുന്നത്, ലീഡർഷിപ്പ് റോള് എടുക്കാൻ സാധ്യത നന്നായിട്ട് തന്നെ ഉണ്ട്, ജോബ് ചേഞ്ച് ശ്രമിക്കുന്നവർക്ക് നല്ല പോസിറ്റീവ് റെസ്പോൺസ് ആണ്. മാർച്ച് 19 ശേഷം ഒരു ഡിസിഷൻ എടുക്കുക, ബിസിനസ് പരമായിട്ട് പുതിയൊരു ഡീൽ എന്തായാലും മാസ അവസാനം നടക്കും, എക്സ്പാൻഡ് ചെയ്യാനുള്ള ആലോചന ഉണ്ടെങ്കിൽ നല്ലതാണ്, മുന്നോട്ട് തന്നെ പോവുക, റിസ്ക് ആയിട്ടുള്ള ഒരു ഇൻവെസ്റ്റ്മെന്റ് എന്തായാലും ആദ്യം വേണ്ട. സാമ്പത്തികം നോക്കുകയാണെങ്കിൽ ഫസ്റ്റ് ഹാഫിൽ എക്സ്പെൻസ് എന്തായാലും കൺട്രോൾ ചെയ്യണം, എന്തെങ്കിലും പർച്ചേസ് ചെയ്യണമെന്ന് നിങ്ങൾ വിചാരിച്ചിട്ടുണ്ടെങ്കിൽ അത് മാർച്ച് 22-ാം തീയതിക്ക് ശേഷം മാത്രം തീരുമാനിക്കുക. സൈഡ് ഇൻകം ഒക്കെ നന്നായിട്ട് തന്നെ കിട്ടാൻ സാധ്യതയുണ്ട്, സേവിങ്സ് അത്യാവശ്യം സ്ലോലി മെച്ചപ്പെടുക തന്നെ ചെയ്യും. വലിയ ഇൻവെസ്റ്റ്മെന്റ് മാർച്ച് ലാസ്റ്റ് വീക്കിൽ മാത്രം ചെയ്യുക. റിലേഷൻഷിപ്പിൽ എന്തായാലും ദേഷ്യം കൺട്രോൾ ചെയ്യണം, ഈഗോ അവോയ്ഡ് ചെയ്യണം, ഈഗോലെസ് ആയിട്ട് നിങ്ങൾക്ക് ഇരിക്കാൻ കുറച്ച് കഷ്ടം തന്നെയായിരിക്കും. സെക്കൻഡ് ഹാഫിൽ അട്രാക്ഷൻ എന്തായാലും ഇംപ്രൂവ് ചെയ്യും, സീരിയസ് ആയിട്ടുള്ള ഒരു കമ്മിറ്റ്മെന്റ് സാധ്യത കാണുന്നുണ്ട്, സിംഗിൾ ആയവർക്ക് പെട്ടെന്ന് ഒരു സഡൻ പ്രണയം കണക്ഷനൊക്കെ ഉണ്ടാവും ഫ്രണ്ട്സ് ആയിട്ട്, അത് അധികം മുന്നോട്ട് പോവില്ല, നിങ്ങൾക്ക് വേണച്ച മുന്നോട്ട് പോകുന്ന ഉറപ്പാണെങ്കിൽ മുന്നോട്ട് പോവാം. ഫാമിലി നോക്കുകയാണെങ്കിൽ ഫാമിലി റെസ്പോൺസിബിലിറ്റിയും കൂടും, മാസ അവസാനമാകുമ്പോൾ കുറച്ച് സമാധാന അന്തരീക്ഷം എന്തായാലും ഉണ്ടാവും. ഹെൽത്ത് നോക്കുകയാണെങ്കിൽ BP ഉണ്ടാവും, ബോഡി ഹീറ്റും കുറച്ച് കൂടി വരും, ഒരു ആക്സിഡന്റ് ഉണ്ടാവാൻ സാധ്യത കൂടുതലാണ്, അതുകൊണ്ട് റഷായിട്ട് വണ്ടി ഓടിക്കല്, എക്സസൈസ് എന്തായാലും ഗുണം ചെയ്യും.